ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. അദ്ദേഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കുന്ന പൂജയിലും പങ്കെടുത്തു. വിവരങ്ങൾ നൽകാൻ അയോധ്യയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ജയ ശ്രീറാം. ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ എത്തി പൂജകളൊക്കെ തന്നെ നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, ജയ് ശ്രീറാം, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ്. അത് അവസാന ഘട്ടത്തിൽ പരിശോധിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം അയോധ്യയിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നയാഘാട്ടിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉള്ളത്. ഒപ്പം അദ്ദേഹം അയോധ്യയിൽ പ്രത്യേക പൂജകളിലും ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി അയോധ്യയിലെത്തുകയും ഇതേ തരത്തിൽ തന്നെ ഈ ഒരുക്കങ്ങളും ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇനി കേവലം 2 ദിവസങ്ങൾ മാത്രമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടം ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണങ്ങൾ അതെല്ലാം വിലയിരുത്തുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായ ആചാര്യന്മാരുമായി സംസാരിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠയുടെ പൂജാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ട് അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നാളെ മുതൽ അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ SPG ഏറ്റെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യ നഗരത്തിനുള്ളിൽ സോണുകളായി തിരിച്ചുകൊണ്ട് 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര നഗരിക്കുള്ളിലേക്ക് അനുമതിയുള്ള അല്ലെങ്കിൽ പോലീസ് പാസ് നൽകിയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് അകത്തേക്ക് അനുമതിയുള്ളത്. ബാക്കി വാഹനങ്ങളെല്ലാം തന്നെ ക്ഷേത്ര നഗരിയുടെ പുറത്ത് വെച്ച് പോലീസ് തടയുന്നുണ്ട്. ഒപ്പം സാധാരണക്കാരായ തീർത്ഥാടകർക്ക് ഇപ്പോഴും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ട് നിലവിലെ താൽക്കാലിക ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കും. നാളെ കൂടി അതിന് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രാണപ്രതിഷ്ഠയ്ക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും ഈ അയോധ്യയിലേക്ക് ക്ഷേത്ര നഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാവുക. 22-ാം തീയതി ഉച്ചയ്ക്ക് 12:20 പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഒപ്പം RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, ഗവർണർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ 121 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഭാരതത്തിന്റെ വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 4000-ഓളം സന്യാസി ശ്രേഷ്ഠന്മാർ ആ ചടങ്ങിന് ശക്തി പകർന്നുകൊണ്ട് ആ ചടങ്ങിന് വേദാചരണങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളുടെ സാന്നിധ്യം വഹിക്കും. കൂടാതെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രമുഖ വ്യക്തികൾ, ക്ഷണിക്കപ്പെട്ട വ്യക്തികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു മഹത്തായ ചടങ്ങിന് വേണ്ടി രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി അയോധ്യ നഗരം മുഴുവനുമുള്ളത്. അതിനുവേണ്ടി ശരിക്കും അണിഞ്ഞൊരുങ്ങി നിൽക്കുക തന്നെയാണ് അയോധ്യ നഗരം. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. അത് വിലയിരുത്തുന്നതിനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാംലല്ലയുടെ വിഗ്രഹം പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള രാംലല്ലയുടെ വിഗ്രഹം ശ്രീകോവിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുഖഭാവം മാത്രം മറച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖഭാവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാത്ത രീതിയിൽ മറച്ചുകൊണ്ടാണ് ആ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രാണപ്രതിഷ്ഠ വരെ ആ ഒരു വിഗ്രഹത്തിൽ പ്രത്യേക അർച്ചനകൾ നടക്കും. ഒപ്പം വിഗ്രഹം പ്രതിഷ്ഠിച്ചുള്ള പീഠത്തിൽ 16-ാം തീയതി മുതൽ തന്നെ പ്രത്യേക പൂജകളും അർച്ചനകളും ആരംഭിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. രജനി, ജിഷ്ണുവിന്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിരവധി പേരാണ് അതിൽ കൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവരാണ് ഈ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ രാംലല്ലയുടെ വിഗ്രഹം അത് ലോകം കണ്ടു കഴിഞ്ഞു. പൂർണ്ണ തോതിലല്ല എങ്കിൽ പോലും ലോകം കണ്ടു കഴിഞ്ഞു. ആ ഒരു സന്തോഷം കൂടെ ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ എത്തുന്നത് ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അയോധ്യയിലേക്ക് എത്തുന്നത് ശ്രീരാമ മന്ത്രങ്ങളുമായി അയോധ്യയിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടി തന്നെയാണ്. എന്തായാലും പൂർണ്ണ തോതിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇനി എപ്പോഴായിരിക്കും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ അയോധ്യ പൂർണ്ണമായും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്?
രജനി സൂചിപ്പിച്ചതുപോലെ രാംലല്ലയുടെ പുതിയ വിഗ്രഹത്തിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം പുറത്തു വന്നതിന്റെയും സന്തോഷം തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഈ രാംലല്ലയുടെ വിഗ്രഹം ശ്രീകോവിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് അത് ഈ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ചടങ്ങുകളിലേക്ക് കിടക്കും. ഇപ്പോൾ രാംലല്ലയുടെ മുഖം മാത്രം മറച്ചുകൊണ്ടുള്ള, ആ മുഖഭാവം മാത്രം മറച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന് മുൻപിലേക്ക് പോകുന്ന രാംപത്ത് എന്ന പ്രധാന റോഡാണ്. ആ റോഡിൽ നമുക്ക് ആ ഒരു തിരക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. അയോധ്യയിലെയും സമീപ ദേശങ്ങളിലെയും ആളുകൾ, ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള രാമഭക്തരും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ട് ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു പ്രാണപ്രതിഷ്ഠ സമയത്ത് ഇവിടേക്ക് എത്തുക, അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ സന്നിഹിതരാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തീർത്ഥാടകർ എത്തുന്നത്. ഒപ്പം കർശന സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് അയോധ്യ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ പൂർണ്ണമായും പോലീസിന്റെ മാത്രം നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അർദ്ധസൈനിക വിഭാഗത്തെ SPG എല്ലാം തന്നെ വിന്യസിച്ചുകൊണ്ട് ക്ഷേത്ര നഗരിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. റെഡ് സോൺ, യെല്ലോ സോൺ എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് ലെയറുകളായാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാളെ കഴിഞ്ഞാൽ, അതായത് 21, 22 തീയതികളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ ഉണ്ടാകും. വളരെ കൃത്യമായും പാസ് നൽകിയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും അയോധ്യ നഗരിക്കുള്ളിലേക്ക് കടക്കാൻ സാധിക്കുക. ഒപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക്, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമായിരിക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപായി, ആ ഒരു ചടങ്ങിനുമുണ്ടായി ഇപ്പോൾ താൽക്കാലിക ക്ഷേത്രത്തിലുള്ള ഈ അയോധ്യയിലെയും സമീപവാസികളും ഒപ്പം അയോധ്യ പുണ്യഭൂമിയിലേക്ക് എത്തുന്നവരും ഇതുവരെ പ്രാർത്ഥന നടത്തിയിരുന്ന ആ താൽക്കാലിക ക്ഷേത്രത്തിലെ ദർശനം അത് അവസാനമായി ചെയ്യുന്നതിനായി ആയിരക്കണക്കിന് തീർത്ഥാടകർ, അല്ലെങ്കിൽ 10,000-കണക്കിന് തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഒപ്പം ഈ ഒരു സമയത്ത്, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ സമയത്ത് ഈ അയോധ്യയുടെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ നിൽക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നിരവധി തീർത്ഥാടകരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ അയോധ്യയിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റും ഒപ്പം സർക്കാരും മറ്റ് വിവിധ സംഘടനകളും ചേർന്ന് ഒരുക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠയോടൊപ്പം തന്നെയും സരയൂ നദീതീരത്ത് വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അത് മഹായാഗം ഉൾപ്പെടെ നിരവധി പൂജാകർമ്മങ്ങൾ, മഹായാഗത്തിന്റെ വാർത്തകൾ ഇന്നും കഴിഞ്ഞ ദിവസവും എല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അത് സരയൂ നദീതീരത്ത് 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരിയിൽ നിന്നെത്തിയ ആചാര്യന്മാരാണ്. അത്തരത്തിലുള്ള മഹായാഗം, ഒപ്പം ചെറിയ പൂജകൾ, ഭജനകൾ ഇവയെല്ലാം തന്നെയും സരയൂ നദിക്കരയിൽ ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അത് വിവിധ ആചാര്യന്മാരുടെ ഭാഗത്തുനിന്ന്, ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അത്തരത്തിൽ തികച്ചും ഭക്തിസാന്ദ്രമാണ് അയോധ്യ. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി, അയോധ്യയുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പട്ടാഭിഷേകത്തിനായി ഈ നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. അത് പരിശോധിക്കുന്നതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് എത്തുകയോ അതിന്റെ ഇതൊരു ദേശീയ ഉത്സവമാക്കുവാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയം അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക, ലോകത്തുള്ള എല്ലാവരിലേക്കും ആ ദൃശ്യങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP പലയിടങ്ങളിൽ വലിയ വലിയ സ്ക്രീനുകളൊക്കെ തന്നെ വെച്ച് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലും ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. 9,000-ലധികം സ്ക്രീനുകൾ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ നൽകിക്കഴിഞ്ഞു. ഈ ഒരു അസുലഭ നിമിഷം അതെല്ലാവരിലേക്കും എത്തിക്കുക എന്നുകൂടെ തന്നെയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം വയ്ക്കുന്നതും. രജനി, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഒരു ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വെളിച്ചം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു മാർഗദർശനം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് കേന്ദ്ര സർക്കാർ, അതായത് മോദി യോഗി സർക്കാരുകൾ നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിന്റെ ക്രമീകരണങ്ങൾ അത്തരത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു
പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദേശീയോത്സവമായി പ്രഖ്യാപിക്കുകയും ഒപ്പം അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉച്ചവരെ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. 2:30 വരെ അവധി നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഇതിനെ ഒരു മതപരമായ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ചടങ്ങായി മാറ്റിക്കൊണ്ട് രാമരാജ്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന ആശയം പകർന്നു നൽകിക്കൊണ്ടാണ് ഈ ചടങ്ങ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് BJP ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും നിരവധി ഹൈന്ദവ സംഘടനകളാണെങ്കിലും അതോടൊപ്പം തന്നെ ആചാര്യന്മാരോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘങ്ങളും എല്ലാം തന്നെ ഈ ചടങ്ങ് ഇവിടെ നിന്ന് നേരിട്ട് ദർശിക്കാനുള്ള ക്ഷണം ലഭിച്ചവർക്കപ്പുറത്തേക്ക് മുഴുവൻ ഭാരതീയർക്കും അതിൻ്റെ ദർശനം കാണാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ വിവിധ തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഒരു വലിയ മഹോത്സവം എങ്ങനെ കൊണ്ടാടണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ദേശീയ ഉത്സവത്തിലേക്ക് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റുക എന്നുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് അയോധ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്കാണ്. തികച്ചും ഒരു മതപരമായ ചടങ്ങിനപ്പുറത്തേക്ക്, ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്നതിനപ്പുറത്തേക്ക് ഈ രാമക്ഷേത്രത്തിൻ്റെയും അയോധ്യയിൽ നടന്നിട്ടുള്ള നീണ്ടകാല നിയമ പോരാട്ടത്തിൻ്റെയും ഒപ്പം ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഈ ഭൂമിക്ക് വേണ്ടി തർക്കമുന്നയിച്ചതുൾപ്പെടെയുള്ളൊരു വലിയ ചരിത്രം ഈ രാമക്ഷേത്രത്തിന് പിറകിലുണ്ട്. അത് ഈ ഒരു ചരിത്രത്തിൽ ഏറ്റവും കൂടുതലായി പരിശോധിക്കുമ്പോൾ ഈ ഭൂമി രാമന്റെ ജന്മഭൂമി ഹൈന്ദവ വിഭാഗത്തിന്റെ ആരാധനയ്ക്ക് വിട്ടു നൽകിക്കൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനായി പലപ്പോഴും മുസ്ലിം വിഭാഗം ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ആ പ്രശ്നം വഷളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നം എന്നൊരു നീറിപ്പുകഞ്ഞ പ്രശ്നമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടതുപക്ഷ ചരിത്രകാരന്മാരുൾപ്പെടെ നടത്തിയിട്ടുള്ള ഇടപെടലുകളും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അയോധ്യയുടെ ഭൂമിയിൽ, രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതൊരു മതപരമായ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ദേശീയോത്സവമായി മാറ്റിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രജനി, എല്ലാ കണ്ണുകളും കാതുകളും എല്ലാം തന്നെ അയോധ്യയിലേക്ക് തന്നെയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി 3 നാൾ മാത്രമാണ് ബാക്കി. ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ അയോധ്യ സന്ദർശിക്കുകയാണ്. അവിടെ പൂജകളടക്കം നടത്തുകയും ചെയ്തു. വിശദമായ റിപ്പോർട്ടാണ് അയോധ്യയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.